ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയ സംഭവം വലിയ വാർത്തയായതാണ്. അവരെല്ലാം അവിടെയുണ്ട്, ഒരു വെടി, നമുക്ക് അവരെയെല്ലാം ഇല്ലാതാക്കാം. പക്ഷേ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആരുമുണ്ടാകില്ല. അവർ ഒരു കരാറിലെത്താൻ യാചിക്കുന്നു. ട്രംപ് ആക്സിയോസിനോട് പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. ഈ സംസ്കാര ചടങ്ങിനിടെ ഇറാനിൽ അവശേഷിക്കുന്ന നേതൃത്വത്തെ ഒറ്റ വെടികൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നും എന്നാൽ ചർച്ച ചെയ്യാൻ ആരും അവശേഷിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒന്നും അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം ഈ സമയത്ത് തന്നെ ഇങ്ങനൊരു ഭീഷണി മുഴക്കണമെങ്കിൽ ട്രംപ് എന്തോ കരുതിക്കൂട്ടിയുള്ള നീക്കത്തിനാണോ? ട്രംപ് പറയുന്ന വിടുവായ്ക്കൊക്കെ വിശകലനം നടത്തുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ഒറ്റ വെടികൊണ്ട് ഇറാനെ അങ്ങ് തീർക്കാം, അല്ലെങ്കിൽ വൻതോതിൽ ആളുകളിപ്പോൾ പുറത്തിറങ്ങും, നേതാക്കൾ ഉൾപ്പെടെ. അവരെ ഒറ്റയടിക്ക് വധിക്കാൻ എളുപ്പമാണ്. അതിനുള്ള ഫയർ പവർ തങ്ങൾക്കുണ്ട്. ഇത് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അത് സത്യമാണ്. വേണമെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്തുള്ള, സൈനിക രംഗത്തുള്ള, ആധ്യാത്മിക രംഗത്തുള്ള നേതാക്കൾ പരസ്യമായി രംഗത്ത് വരും. അവർ ആൾക്കൂട്ടത്തിന് മധ്യയായിരിക്കും. പക്ഷെ അവരെ തെരഞ്ഞു പിടിച്ച് വധിക്കുക എന്നത് തീർച്ചയായും സാധിക്കുന്ന കാര്യം തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി എത്തിയ ആളുകൾ, ഇറാൻ്റെ പ്രസിഡന്റ്, മരണപ്പെട്ട ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ശവസംസ്കാര ചടങ്ങിന് എത്തിയ ഹമാസിൻ്റെ നേതാവിനെ ടെഹ്റാന് ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെത്തി വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സെലക്ട് കില്ലിംഗ് പോസിബിളാണ്. പക്ഷേ ട്രംപ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വെടിക്ക് എല്ലാം തീർക്കാൻ കഴിയും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതായത് അമേരിക്കയുടെ ശക്തി വേണമെങ്കിൽ പ്രയോഗിക്കാൻ കഴിയും. ഞങ്ങളുടെ ഔദാര്യത്തിലാണ്, അമേരിക്കയുടെ ഔദാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ആർഭാടമായി ഇറാനിൽ ശവസംസ്കാര ചടങ്ങ്, ഖബറടക്ക ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇത് ഓർമ്മ വേണം. തങ്ങൾ ഒരാഴ്ച ബ്രീതിങ് സ്പേസ് നിങ്ങൾക്ക് തന്നതിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ചടങ്ങാണ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അത് തല്ലിക്കൊഴിക്കാൻ കഴിയും എന്ന സംസ്കാരശൂന്യമായ സംസാരമാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായത്. ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം സംസ്കാര സമ്പന്നനാകണമെന്നില്ലല്ലോ. ശക്തി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം മറ്റൊരുവൻ്റെ മേൽ അത് പ്രയോഗിക്കാം എന്നത് മൗഢ്യമല്ലേ? ഇറാൻ്റെ മേൽ അമേരിക്ക എത്രയോ കടന്നുകയറ്റങ്ങൾ നടത്തി. ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടതും അമേരിക്കൻ ആക്രമണത്തിലാണല്ലോ. ഫെബ്രുവരി 28 അദ്ദേഹത്തിൻ്റെ 4 കുടുംബാംഗങ്ങളുടെയും മരണം അന്ന് തന്നെ സംഭവിച്ചു. ഈ 4 പേരുടെയും, ആയത്തുള്ള അലി ഖമേനിയും മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും എല്ലാം ഖബറടക്ക ശുശ്രൂഷയാണല്ലോ 9-ാം തീയതി നടക്കാൻ പോകുന്നതും. അതിന് മുന്നോടിയായിട്ടുള്ള പ്രദക്ഷിണങ്ങൾ അല്ലെങ്കിൽ വിലാപ യാത്രയാണ് ഇനി നടക്കേണ്ടത്. ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ പ്രദർശനത്തിന്, പൊതുദർശനത്തിന് ഭൗതിക ശരീരം വെച്ചിരിക്കുകയാണ് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല, ഗ്രാൻഡ് മോസ്ക് ഇൻ ടെഹ്റാൻ. ഈ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നഗര കാണിക്കൽ, അല്ലെങ്കിൽ ആ ടെഹ്റാൻ നഗരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിക്കുകയും അതിനുശേഷം ഖോമിലേക്ക് പോവുകയും, ടെഹ്റാൻ്റെ സമീപ നഗരമാണ് ഖോമിലേക്ക് കൊണ്ടുപോവുകയും, റിലീജിയസ് പ്രാധാന്യമുള്ള, ഷിയാക്കൾക്ക് വലിയ വൈകാരിക പ്രാധാന്യമുള്ള നഗരമാണ്, അങ്ങോട്ട് കൊണ്ടുപോകും. അതിനുശേഷവും ഈ ഘോഷയാത്രകളും വിലാപയാത്രയും തുടരും. ആ ഭൗതിക ശരീരം 2 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എത്താനുണ്ട്. 2 അല്ല 3 ഇടങ്ങളിൽ അയൽ രാജ്യത്ത്. ദിസ് ഈസ് എ ട്രാൻസ് നാഷണൽ ഫ്യൂണറൽ. അത്യപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ. 2 രാജ്യങ്ങൾ ഇൻവോൾവ് ആകുന്ന ഒരു ഖബറടക്ക ചടങ്ങ് നടക്കുന്നത് അത്യപൂർവമാണ്. കാരണം ഷിയ മുസ്ലിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, ഷിയാക്കളുടെ ആധ്യാത്മിക നേതാവ് കൂടിയാണല്ലോ ആയത്തുള്ള അലി ഖമനി ആയിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിന് ഷിയ രാജ്യമായ ഇറാനും ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമായ ഇറാഖിലും തീർച്ചയായും അനുയായികളുണ്ട്. ആവേശപൂർവ്വം ആ ഷിയ ആശയത്തെ നെഞ്ചിലേറ്റുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവിടെ 2 നഗരങ്ങളിൽ, പ്രധാനമായി 2 പുണ്യ നഗരങ്ങളാണ് നജാഫ് നഗരം, കർബല നഗരം. അത് വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. ഇറാഖിലെ ബാഗ്ദാദിന് തൊട്ട് തെക്കുള്ള ഏതാണ്ട് 180 കിലോമീറ്റർ തെക്കുള്ള നഗരമാണ് നജാഫ്. ഈ നഗരം തീർച്ചയായും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കേന്ദ്രമാണ്. സെമിനാരികളുടെ, പാഠശാലകളുടെ,
ഷിയ പാഠശാലകളുടെ കേന്ദ്രം കൂടിയാണ്. പ്രോഫറ്റ് മുഹമ്മദ് നബിയുടെ മരുമകൻ ഖബറടങ്ങിയ സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വൈകാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ആ നഗരത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരുന്നു. അതിനുശേഷം കർബല നഗരം ഒരു റെസിസ്റ്റൻസിൻ്റെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു വലിയ റെസിസ്റ്റൻസ് ആണ്. ഈ ഏതാണ്ട് വളരെ ചെറിയൊരു നമ്പർ ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഗ്രാൻഡ് സൺ ഒന്നാം തരം റെസിസ്റ്റൻസ് ആണ് അന്നത്തെ ഖാലിഫുമായി നടത്തിയത്. അത് ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിരുന്നു കർബല നഗരം. അപ്പോൾ അതും ബഗ്ദാദിന് തൊട്ട് തെക്ക് പടിഞ്ഞാറുള്ളൊരു നഗരമാണ് കർബല. ഇതെല്ലാം ഇറാഖിലാണ്. ബാഗ്ദാദ് സിറ്റി അത് ഇറാഖിൻ്റെ തലസ്ഥാനമാണ്. ഇവിടെ എല്ലാം ആ ഭൗതിക ശരീരം യാത്ര ചെയ്ത് വലിയ രീതിയിൽ ആദരവ് ഏറ്റുവാങ്ങിയാണ് അന്തിമ വിശ്രമ സ്ഥലമായ മഷ്ഹാദിലേക്ക് പോകുന്നത്. അവിടെയാണ് അയത്തുള്ള അലി ഖുമൈനി ജനിച്ചത്. അവിടെ തന്നെയാണ് അന്ത്യവിശ്രമ സ്ഥാനവും. ഇതിനിടയിൽ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ നേതാക്കളുണ്ട്, മതഘടനകളുടെ തലപ്പത്തുള്ളവരുണ്ട്, IRGCയുമായി ബന്ധപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ തങ്ങൾക്ക് എളുപ്പമാണ്, ഞങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് സാധിക്കും എന്നാണ് പറയുന്നത്. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം കൂടി, അരുതാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു. ഇറാൻ ജനത വൈകാരികമായിട്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അയത്തുള്ളയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്ന ചടങ്ങുകളെ കാണുന്നത്. അപ്പോൾ അവരൊരു വലിയ വികാര പ്രകടനങ്ങൾ നടത്തും. കണ്ണീർ വാർക്കുന്നവരുണ്ട്, വലിയ തോതിൽ ഈ ആർത്ത് അലച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, ദുഃഖ പ്രകടനം പല രൂപത്തിലാണ്, മാറത്തടിച്ച് നിലവിളിക്കുന്നവരുണ്ട്, ശരീരം ആകെ മാന്തി പൊളിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ്. ഇതെല്ലാം തന്നെ ഒരു കസ്റ്റമറി രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നോക്കിക്കാണാം. അതേപോലെ തന്നെ ദുഃഖാർത്തരായ ആളുകളുടെ വൈകാരികമായ പ്രകടനങ്ങളായി നോക്കിക്കാണാം. പക്ഷെ അതിനൊക്കെ അഭിപ്രായം പറയാൻ പോവുക എന്നതിനോളം മ്ലേച്ഛമായ ഒരു കാര്യം മറ്റൊന്നുമില്ല. ഇത് കേവലം മുതലക്കണ്ണീർ മാത്രമാണ്. ക്യാമറകൾക്ക് വേണ്ടിയുള്ള ഓപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെറാട്ട് നാടകമാണെന്നുള്ള മട്ടിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. ഈ ആളുകളുടെ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ഇമോഷൻസ് അതിനെ പോലും പരിഹസിക്കുന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇവിടെ നിൽക്കുന്നു അമേരിക്കയുടെ സംസ്കാരം. ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ സംസ്കാര ശൂന്യതയാണ്. മറ്റാരും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്നും മറ്റാരും തന്നെ അങ്ങനെ ഒരു പരാമർശം പറഞ്ഞതായി കേൾക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ കൂടിയ ആളുകൾ ചാൻറ്റ് ചെയ്യുന്നത് കൃത്യമായ ആൻറ്റി അമേരിക്കനിസമാണ്. അവരെല്ലാം വലിയ നമ്പർ ആളുകൾ, ഏതാണ്ട് 1.5 കോടിക്കും 2 കോടിക്കും ഇടയിൽ ആളുകൾ ഈ പല ചടങ്ങുകളിൽ, പല ഭാഗത്തായി നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ജനസംഖ്യ ഇന്ന് 9 കോടിയാണ്. അതിൽ 2 കോടിയോളം ജനങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. നോക്കൂ, കഴിഞ്ഞ 36 വർഷം മുൻപ് അയത്തുള്ള ഖൊമൈനി മരിച്ചപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഏതാണ്ട് 1,20,00,000 പേരാണ്. അന്ന് 6 കോടി പേരാണ് ഇറാൻ്റെ ജനസംഖ്യയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 1/6 ഇറാനിയൻസ് അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നമ്പറല്ലേ? സമാനമായ നമ്പേഴ്സാണ്. അവരിൽ വലിയ ഒരു നമ്പർ ആളുകളുടെ കയ്യിൽ ചുവന്ന പതാകകളോ ചുവന്ന ബാനറുകളോ എല്ലാം ഉണ്ട്. ഇത് റെസിസ്റ്റൻസിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടത്. കാരണം രക്തസാക്ഷിത്വം വഹിച്ച ഒരു മുൻ മത നേതാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു റെസിസ്റ്റൻസാണ്. ഈ റെസിസ്റ്റൻസിനോടൊപ്പം തന്നെയുള്ള ചാൻറ്റിങ് അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ വിളികൾ, ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് മരണം എന്ന രീതിയിലാണ്. റിവെഞ്ച്, പ്രതികാരം. അപ്പോൾ പ്രതികാര ദാഹികളായി ജനമനസ്സുകളെ ഒരുക്കിയെടുക്കാനുള്ള ഇറാൻ നേതൃത്വത്തിന് ശ്രമമായി ഒരു വശത്ത് അതിനെ വിശകലനം ചെയ്യാം. മറുവശത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആങ്കറിനെ പരമാവധി ആൻറ്റി അമേരിക്കൻ സെൻറ്റിമെൻറ്റായി മാറ്റിയെടുക്കുക വഴി ഒരു ജനതയുടെ തന്നെ മനോഭാവം തലമുറകളോളം അമേരിക്ക വിരുദ്ധതയിലേക്ക് ആനയിച്ചു നിർത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ സൈക്കോളജി. തീർച്ചയായും ഭരണകൂടം IRGC ഒക്കെ നയിക്കുന്ന ഒരു ക്രമം ഉദ്ദേശിക്കുന്നത് ഒരു ജനതയുടെ പിൻബലം വേണം. അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എസിമെട്രിക്കൽ വാർഫെയർ ആണ്. തുല്യതയില്ലാത്ത ഒരു യുദ്ധക്രമമാണ്. ഇറാൻ്റെ ശക്തിയേക്കാൾ, സൈനിക ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് പണമുണ്ട്, അമേരിക്കയ്ക്ക് ടെക്നോളജിയുണ്ട്, ആയുധങ്ങളുണ്ട്, പ്രഹരശേഷിയുണ്ട്, ഒരു സ്റ്റേബിൾ അഡ്മിനിസ്ട്രേഷനുണ്ട്, എല്ലാമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പോരാട്ട വീര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ മൊറാലാണ്
ആത്മവീര്യമാണ്. ഈ ആത്മവീര്യം അമേരിക്ക വിരുദ്ധതയിൽ നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ. അല്ലെങ്കിൽ ആഭ്യന്തര അട്ടിമറിയിലൂടെ എത്രയോ അട്ടിമറികളാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പ്ലാൻ ചെയ്തത്. ഇതൊന്നും നടന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ആത്മവീര്യം അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഖബറടക്ക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വൈകാരികമായി ജനങ്ങളുടെ മൊറാൽ, ദേശീയത, അമേരിക്ക വിരുദ്ധത ഇതെല്ലാം ആളിക്കത്തിച്ച് നിർത്താൻ ഇറാനും ശ്രമിക്കുന്നു. അതിനിടയിലാണ് ഒരു രസം കൊല്ലി എന്ന നിലയിലോ, അല്ലെങ്കിൽ രസം കൊല്ലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് വേർഡല്ലേ, ഒരു മ്ലേച്ഛതയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്ന വാക്കുകളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്. ഒരു പ്രതിയോഗിയുടാണെങ്കിൽ പോലും നമ്മൾ എതിർക്കുന്ന ഒരു രാജ്യത്തോടോ ജനതയോടോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തോടാണേലും ആദരപൂർവ്വം എതിർക്കുന്നതിൽ ഒരു സഭ്യതയുണ്ട്, ഒരു മാന്യതയുണ്ട്, ഒരു അന്തസ്സുണ്ട്. ഈ അന്തസ്സിൻ്റെ എല്ലാ സീമകളെ ലംഘിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് മേൽപ്പറഞ്ഞ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്കൾ സൂചിപ്പിച്ച ഒരു 2 കാര്യങ്ങളുണ്ടല്ലോ ട്രംപ് പറഞ്ഞത്. അതായത് ഞങ്ങൾ വെനസ്വേലയെ ഒരൊറ്റ ദിവസം കൊണ്ട് തോൽപ്പിച്ചു, ഇറാനെയും ഞങ്ങൾ തോൽപ്പിച്ചു, അവർ ഇപ്പോഴും ഒത്തുതീർപ്പിന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾക്കായി അവർക്ക് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ജനങ്ങൾ ഖമനിയെ വെറുക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത് എന്നും വിലാപയാത്രയിലെ ഈ കണ്ണുനീർ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുവെന്നുകൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. വിടുവായത്വം മാത്രമാണോ ട്രംപിൻ്റേത്? എങ്ങനെയാണ് ഇതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇതിനെ വിടുവായത്വം എന്നാണോ പറയേണ്ടത്, മറ്റെന്തെങ്കിലും പേര് അതിന് ചേരുമോ എന്നതാണ് വിഷയം. താങ്കൾക്ക് സംസാരിക്കാൻ ആൾ വേണം. എല്ലാവരെയും ഒറ്റയടി കൊന്നൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താങ്കൾക്കൊരു സമാധാന പ്രക്രിയയിൽ താങ്കൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ തക്ക ഏതെങ്കിലും ഒരു നേതൃത്വം അവശേഷിക്കണം. താങ്കൾക്ക് എല്ലാവരെയും കൊന്നൊടുക്കാം. താങ്കൾ നൽകിയ ഒരു സമാധാന കാലഘട്ടമാണിത്. ഈ ഒരാഴ്ച സമയം ഒരാക്രമണം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഏതാണ്ട് ഉറപ്പ് കൊടുത്തു. അതുപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ അവർ തെറി വിളിക്കുന്നത്. ഈ രീതിയിൽ പോകുന്നു ട്രംപിൻ്റെ സംസാരം. അതുകൊണ്ട് തങ്ങൾ നീട്ടി നൽകിയ ആയുസ് ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതാണല്ലോ ചോദ്യം. അതുകൊണ്ട് ട്രംപ് പറയുന്നത് ജനങ്ങളുടെ രോക്ഷപ്രകടനം, ജനങ്ങളുടെ വൈകാരിക പ്രകടനം, അതിനെ മുച്ചൂടും പരിഹസിച്ചുകൊണ്ടും വെനിസ്വേല വിഷയത്തിൽ തങ്ങളെടുത്ത ഒരു നിലപാട് ഓർമ്മിപ്പിച്ചുകൊണ്ടും വെനിസ്വേലയെ തങ്ങൾ നിമിഷാർദ്ധം കൊണ്ട് കീഴടക്കി. അവരുടെ രാഷ്ട്രത്തലവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവിടെ ഭരണത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അതെല്ലാം ഇറാനിലും കഴിയാത്തത് കൊണ്ടല്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? വെനിസ്വേല അല്ല ഇറാൻ. ഇത് നമുക്കറിയാം. വെനിസ്വേലയിൽ സാധിച്ചത് അതേ സ്കെയിലിൽ ഇറാനിൽ സാധിക്കില്ല. മറ്റൊരു ഭൂമികയാണ്, മറ്റൊരു സംസ്കാരമാണ്, മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ ടെറൈനാണ്. അവിടുത്തെ ഭൗമരാഷ്ട്രീയം വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനതയുടെ റെസിസ്റ്റൻസിൻ്റെ ഒരു തോതും വ്യത്യസ്തമാണ്. വെനിസ്വേലൻ ജനത പൊറുതിമുട്ടി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്ത്, അതിനുശേഷം മഡുറോയുടെ കാലം, ഇതെല്ലാം തന്നെ വലിയ ചൂഷണത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ സോഷ്യലിസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും അവരുടെ റിസോഴ്സിൻ്റെ മൊബിലൈസേഷനെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു. അടിമുടി അഴിമതി നിറഞ്ഞ രാജ്യം. അതിൽ നിന്നും ഒരു മോചനം ജനത ആഗ്രഹിച്ചു. ഇറാൻ അങ്ങനെ ആയിരുന്നില്ല. ഇറാനിൽ അഴിമതിയുണ്ട്, അക്രമമുണ്ട്, ചെറിയ തോതിൽ എല്ലാ രാജ്യത്തും ഉള്ളതുപോലെയുണ്ട്. പക്ഷേ അവിടെ അടിച്ചമർത്തലുകളുണ്ട്. ഒരു മതഘടനകൾ നയിക്കുന്ന ഒരു ഭരണകൂടത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. പൗരസ്വാതന്ത്ര്യത്തിന് വലിയ വിലക്കുകൾ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പ്രക്രിയ തന്നെ മതമേധാവികൾ നിശ്ചയിക്കുന്ന ഒരു ഘടനയിലൂടെയാണ് ഇറാനിയൻ രാഷ്ട്രീയം പോലും മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് പൂർണ്ണ ജനാധിപത്യം എന്ന് ആ രീതിയിൽ പറയാനും ആവില്ല. അതേസമയം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നുമുണ്ടായിരുന്നു. പബ്ലിക് ഓപ്ഷൻസ് വേർ ലിമിറ്റഡ്. അയത്തുള്ള അലി ഖമേനി അംഗീകരിച്ച സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് ഫീൽഡ് ചെയ്യുകയോ അവർക്ക് മാത്രമേ മത്സരിക്കാനുള്ള അനുവാദം ഉണ്ടാവുകയോ ചെയ്യുന്നുള്ളൂ. അതെല്ലാം പരിഗണിക്കുമ്പോൾ ഇറാൻ ഈസ് എ ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് സെറ്റപ്പ്. ആ ഇറാനിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയതും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉന്നത നേതൃത്വത്തെ വധിച്ചപ്പോൾ അമേരിക്ക വിചാരിച്ചത് എന്താണ്? ഇറാൻ ഉടനടി കീഴടങ്ങും, അല്ല എങ്കിൽ ജനകീയ പ്രതിഷേധം ആളിക്കത്തും, ഭരണകൂടം 1-2 ആഴ്ചക്കുള്ളിൽ, ട്രംപ് തന്നെ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ നിലം പതിക്കും. മാസം 1 അല്ല 2 അല്ല 3 അല്ല 4 മാസം കഴിഞ്ഞു. 125ാമത്തെ ദിവസമാണ് ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം. 125 days lapsed. അതിനുശേഷമാണ്
അയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യാൻ ഇറാൻ തയ്യാറാകുന്നത്. അപ്പോൾ അപ്പോഴും പൂർണ്ണ ശാന്തത കൈവന്നില്ല എന്നോർക്കണം. അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിഞ്ഞു, ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന രീതിയിലാണ് മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ ചർച്ചകളുടെ മധ്യത്തിലാണ്. ആ ചർച്ചകൾ ഇറാൻ അനുകൂലമായി നിൽക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇറാൻ ഉദ്ദേശിച്ചിടത്ത് പിടിച്ചു കിട്ടാൻ കഴിയുന്നു എന്നുകൂടി ചിന്തിക്കുന്നു. ആ സമയത്താണ് ഒരു ഡിസ്റ്റോർഷൻ ടാക്ടിക്സ് എന്ന നിലയിലാണ് ട്രംപിൻ്റെ പ്രസ്താവനകൾ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് കാട്ടക വിരുദ്ധമായിട്ടാണ് ട്രംപ് പറയുന്നത്. വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ ഇറാനിലും സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് തന്നെയാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെനിസ്വേല സംഭവിച്ചു, ശരിയാണ്. ഇറാനിൽ അങ്ങനെ അല്ല സംഭവിച്ചത്. IRGCയും അലി മൊജ്തബയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവരാണ് ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ശവസംസ്കാര ചടങ്ങിനിടയിൽ ഇറാൻ ഉള്ളിൽ പരമാവധി ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു തന്ത്രമാണ്. ഇതൊരു തന്ത്രമാണ്. ഒരു ശവസംസ്കാര ചടങ്ങിനെയൊക്കെ തന്ത്രപരമായി നേരിടുക എന്ന് പറയുന്നതിനോളം സംസ്കാര ശൂന്യത എന്താണുള്ളത്? അത് ആ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഭാവിയിലെ ചർച്ചകൾ ഇനി നടക്കണം? 9-ാം തീയതി മസാദിൽ വെച്ച് നടക്കുന്ന അന്തിമ ശുശ്രൂഷ കഴിഞ്ഞാൽ ഖബറടക്കം പൂർത്തിയായി, ചടങ്ങുകൾ പൂർത്തിയാകുന്നു. അതിനുശേഷം 11-ാം തീയതി ഇസ്ലാമാബാദിൽ വെച്ചോ അല്ലെങ്കിൽ ഖത്തറിൽ ദോഹയിൽ വെച്ചോ, അതും അല്ല എങ്കിൽ ജനീവയിൽ വെച്ചോ ചർച്ച പുനരാരംഭിക്കേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് എന്ത് മാനസിക അവസ്ഥയിലായിരിക്കും ഇറാൻ പ്രതിനിധികൾ എത്തുക? അമേരിക്കൻ പ്രതിനിധികൾ ഈ പറയുന്ന ട്രംപിൻ്റെ വാഗ്വിലാസമെല്ലാം കേട്ടതിന് ശേഷം അമേരിക്കൻ പ്രതിനിധികൾ എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കുക? അപ്പോൾ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച്, തങ്ങളുടെ പരമോന്നത നേതാവിനെക്കുറിച്ച്, മരണപ്പെട്ട നേതാവിനെക്കുറിച്ച്, അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, അതിൽ മോൺ ചെയ്യുന്ന ദുഃഖാർത്തരായ ആളുകളെക്കുറിച്ച്, അവരുടെ കണ്ണീരിനെക്കുറിച്ച് ഉൾപ്പെടെ പരിഹാസപൂർവ്വം സംസാരിച്ചതിന് ശേഷം ചർച്ചാമേശയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉളുപ്പുണ്ടല്ലോ, ഇതെല്ലാം അമേരിക്കയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ ചിന്തകളൊന്നുമില്ലാതെ വിടുവാപ്പിക്ക് പുറമെ വിടുവാ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ഇടപെട്ട് തിരുത്താനുള്ള സമയമായി എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഓക്കെ, എന്തായാലും ഒറ്റയടിക്ക് ഇറാൻ നേതൃത്വത്തെ മുഴുവൻ വധിക്കാമായിരുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് ഇറാനും നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.